എന്റെ അമ്മേ. എത്രയും പെട്ടെന്ന് എനിക്ക് അവളെ റേപ്പ് ചെയ്യണം. ആരെ? വണ്ടി പൊന്നപ്പ വണ്ടി വേഗം ടിവിയിലേക്ക് വിട്ടോ. ഞാനാ പറയുന്നത്, വണ്ടി താലൂക്ക് ഓഫീസിലേക്ക് വിടാൻ. ഇനി സാഗറിനെ നഷ്ടപ്പെടാനൊന്നുമില്ല. കള്ളക്കേസിൽ അഴിയെണ്ണുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അനേകം ദൃക്സാക്ഷികളുടെ മുന്നിൽ വെച്ച് യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൊലക്കയർ കഴുത്തിലിടുന്നത്. സാഗറെ താനൊന്ന് അടങ്ങ്. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം, പക്ഷെ അനേക ലക്ഷം വായനക്കാരുടെ സ്ഥിതി അതല്ല. എന്റെ സ്ഥിതി അതല്ല. തന്റെ നോവൽ അച്ചടിച്ച് വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല. താൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണോ? എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. എന്നെ ഓർത്തെങ്കിലും താൻ അതിക്രമം ഒന്നും കാണിക്കരുത്. താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. കാരണം താൻ വലിയൊരു കലാകാരനാ. ജാമ്യത്തിലിറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു. അതാ സാഗര യഥാർത്ഥ സ്നേഹം. അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം. ഞാൻ നിൽക്കും, തന്റെ കൂടെ നിൽക്കും. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ. അതെന്തിന്? ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് താൻ ക്ഷീണിച്ചിരിക്കുക. നന്നായിട്ടൊന്ന് റേപ്പ് ചെയ്യാനുള്ള ആരോഗ്യം തനിക്കിപ്പില്ല. അത് ഇയാള് പറയരുത്. അവളോടുള്ള വൈരാഗ്യം മൂത്ത് മൂത്ത് ഞാനൊരു സിംഹമായി മാറിയിരിക്കുക. ഇതെവിടാ സ്ഥലം? ഇത് ടിബിയാ. അപ്പൊ താലൂക്ക് ഓഫീസ്? ഒന്ന് ഇറങ്ങ് സാഗറെ. എന്നോട് ആജ്ഞാപിക്കുന്നത് അപേക്ഷിക്കും. ആ അപേക്ഷിക്കണു, ഒന്ന് ഇറങ്ങ്. താലൂക്ക് ഓഫീസിൽ പോകണം. താലൂക്ക് ഓഫീസിൽ രണ്ടെണ്ണം കൂടി അടിച്ചിട്ട് പോയാ പോരെ. ഇതാ നോവലിസ്റ്റല്ലേ തഹസിൽദാരെ റേപ്പ് ചെയ്ത? അതേടാ, തഹസിൽദാരെ റേപ്പ് ചെയ്ത അതേ നോവലിസ്റ്റ് എന്നാ ഞാൻ. നിന്റെ സ്വന്തത്തിൽപ്പെട്ട വല്ലവരെയും വന്ന് ഞാൻ റേപ്പ് ചെയ്യണോ? പറയടാ. സ്വന്തത്തിൽപ്പെട്ട ആരുമില്ലെന്ന്. നിന്റെ സ്വന്തത്തിൽപ്പെട്ട ആരെങ്കിലും വന്ന് ഞാൻ റേപ്പ് ചെയ്യണോ? റേപ്പ് ചെയ്യണോ? ഇന്ന് വരെ ഒരു ഈച്ചയെ പോലെ റേപ്പ് ചെയ്യാത്ത എന്നെ എല്ലാരും കൂടെ റേപ്പിസ്റ്റ് ആക്കി. എനിക്ക് റേപ്പ് ചെയ്യണം. എനിക്ക് റേപ്പ് ചെയ്യണേ. നമസ്കാരം. ഇതെവിടാ സ്ഥലം? നമ്മളിപ്പോ ടിവിയില് VIP മുറിയില. ഇത് സാക്ഷി, മറുനാട്, മലയാളക്കര, വാരികയുടെ ആളുകളല്ലേ? എന്താ എല്ലാരും കൂടെ? മരുപ്പച്ച തേടിയുടെ 9ാം അധ്യായം ചാക്യാർകൂത്തിന്റെ ക്ലൈമാക്സ് നാളെ കമ്പോസ് ചെയ്തില്ലെങ്കിൽ അധ്യായം മുടങ്ങും. പാതി വഴിക്കും നോവൽ അവസാനിക്കും. അവസാനിക്കട്ടെ. സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു പോയതിനാൽ നോവൽ നിർത്തുന്നു പരസ്യം ചെയ്തോളൂ. അതേടോ, സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു. ഇപ്പൊ ഈ നിൽക്കുന്ന അയാളുടെ പ്രേതമാണ് ഇവിടുത്തെ തഹസിൽദാരെ രക്തം കുടിക്കാൻ വന്ന പ്രേതം. ഉള്ള മുട്ടയിക്കുമ്പോഴാണ് ചാക്യാർ കൂത്ത്. റാസ്കൽസ്. ഇയാളെന്താ പോവാത്ത? അവന്മാരെ ഇറക്കി വിട്ടത് നന്നായി. കേരളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് അകത്തായപ്പോ അയാളെ ജാമ്യത്തിലെടുക്കാൻ ഒരുത്തനും വന്നില്ല. നന്ദിയില്ലാത്ത വർഗം. ഞാൻ ഒരുത്തനോട് അപേക്ഷിച്ചിട്ടില്ല എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ. അപേക്ഷിക്കാതെ വരുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അല്ല, കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ള കണ്ണുള്ളവനാണ് താൻ. കത്തുന്ന പുരയിൽ ഈർക്കിൽ വലിച്ചൊരുന്നവൻ. ഞാനെന്ന മനുഷ്യനെ താൻ കാണുന്നില്ല. തനിക്ക് വേണ്ടത് നോവലിസ്റ്റിനെയാണ്. തന്റെ തൊലിഞ്ഞ വാരികയിൽ നോവൽ എഴുതാമെന്ന് ഏറ്റ വിറ്റയായ നോവലിസ്റ്റിനെ എനിക്ക് മനസ്സിലൂടെ എഴുതാൻ ഉടനെ വേണമെന്നില്ല കോട്ടപ്പുറം. എങ്കിലും ഒന്ന് ഓർക്കുക, നമ്മൾ പരസ്യം ചെയ്തിട്ട് 5 ആഴ്ച കഴിഞ്ഞു. നമ്മളല്ല, താൻ. താൻ ഇനി ഇവിടെ തന്റെ കണ്ണി അടിച്ചു പൊട്ടിക്കും. എന്റെ കർത്താവ്, എന്റെ മഞ്ചാടിയുടെ ഭാവി. എനിക്ക് പൊതിരെ തല്ല് കിട്ടി. എവിടുന്നാ? കല്ലേറ് കൊള്ളാത്ത ഒരവയവവും ഇപ്പൊ ഈ ശരീരത്തിലില്ല. താൻ പിന്നെയും അവളോട് മാപ്പ് പറയാൻ പോയോ? ഇല്ല, വാടക വീട്ടിൽ ചെന്ന് നമ്മുടെ സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ച് പോയതാ. ഇരുട്ടായിരുന്നിട്ടും ഏതോ ഒരു തെണ്ടി എന്നെ കണ്ടുപിടിച്ചു. ആളുകൾ കൂടി എടാ ബലാത്സംഗ വീര എന്നും പറഞ്ഞുകൊണ്ട് കല്ലേറ് ഇടിയും തുടങ്ങി. ഞാൻ എങ്ങനെ അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും പിടിയില്ല. ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായിരിക്കുന്നു. ഈ ധൂമകേതു കാരണം, ഈ യക്ഷി കാരണം. ഒറ്റയടിക്ക് അവളെ റേപ്പ് ചെയ്ത് നശിപ്പിക്കാൻ പാടില്ല. പൊന്മുട്ടയിടുന്ന താറാവിനെ എങ്ങനെ കൊല്ലാൻ പാടില്ലല്ലോ.
ഇനി അങ്ങോട്ടുള്ള സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റിന്റെ ചോദനകളെ ഉദ്ദീപിപ്പിക്കുന്ന പ്രചോദനമാണവൾ. എന്റെ മഷി പറ്റാത്ത തൂലിക കൊണ്ട് ഞാൻ അവളെ നിരന്തരം റേപ്പ് ചെയ്യും. മാമച്ച, അനൗൺസ് ചെയ്തോളൂ. അടുത്ത ആഴ്ച മുതൽ പുതിയ നോവൽ ആരംഭിക്കായി. നോവലിന്റെ പേര് ഒരു ഗസറ്റഡ് യക്ഷി. ഒരു ഗസറ്റഡ് യക്ഷി. ഒരു ഗസറ്റഡ് യക്ഷി. എന്റെ കർത്താവേ, എന്തൊരു പുതുമയുള്ള പേര്, ഒരു ഗസറ്റഡ് യക്ഷി. നന്ദി കോട്ടപ്പുറം, നന്ദി. ഞാൻ ഈ നിമിഷം പോകുന്നു, ലോകത്തെ മുഴുവൻ ഇക്കാര്യം അറിയിക്കാൻ പോകുന്നു. സാഗർ കോട്ടപ്പുറത്തിന്റെ ഒരു ഗസറ്റഡ് യക്ഷി. അടുത്ത ലക്കം മുതൽ സാഗർ കോട്ടപ്പുറത്തിന്റെ ഏറ്റവും പുതിയ നോവൽ ഒരു ഗസറ്റഡ് യക്ഷി. ടൗണിൽ മുഴുവനും പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. സാഗർ കോട്ടപ്പുറം എഴുതുന്ന സർവീസ് സ്റ്റോറി ഗസറ്റഡ് യക്ഷി. ആ തഹസിൽദാർ പൂതനയുടെ അതേ മുഖമാണ് പോസ്റ്ററിൽ. താലൂക്ക് ഓഫീസിന്റെ ചുവരിലൊട്ടിച്ച പോസ്റ്ററിന്റെ മുമ്പിൽ അവളുടെ ജീപ്പ് വന്ന് നിൽക്കുന്നതും പോസ്റ്റർ കണ്ടവൾ നടുങ്ങുന്നതും ഞാൻ നേരിട്ട് കണ്ടു. എന്താണ് അവളുടെ അടുത്ത നീക്കമെന്നറിയാൻ ഞാൻ കാത്തു നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞില്ല, പ്യൂൺ വെളിയിൽ വരുന്നു, പോസ്റ്റർ വലിച്ചു കീറുന്നു. ഞാൻ നേരെ മാമച്ചന് ഫോൺ ചെയ്തു. ഉച്ചക്ക് മുമ്പ് അതേ ചുമരിൽ പോസ്റ്റർ വീണ്ടും ഒട്ടിക്കുമെന്ന് മാമച്ചൻ എനിക്ക് വാക്ക് തന്നിരിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. അവൾ തന്നെയാണ് ഗസറ്റഡ് യക്ഷി എന്ന് അവൾ അറിഞ്ഞല്ലോ. എന്നാലേ അവൾ നോവൽ വായിക്കൂ. വായിച്ചാലേ എഴുത്തുകാരന്റെ തൂലികയുടെ ശക്തി ആ ശൂർപ്പണഖ അറിയൂ. അതെ, അതിരിക്കട്ടെ, നമ്മുടെ കഥ എവിടം വരെയായി? താൻ ഞെട്ടരുത്. എന്താ? താനാണ് ഈ കഥയിലെ നായകൻ. ആണോ? അതെ, കാരണം ഇതിലെ നായകന് സൗന്ദര്യം ആവശ്യമില്ല. മത്തങ്ങ പോലൊരു മുഖമാണ് വേണ്ടതെങ്കിൽ തനിക്കും നായകനാകാം. ഈ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അല്ലെങ്കിലും ഇതൊരു നായക പ്രാധാന്യമുള്ള കഥയാണ്. അടിമുടി അവളാണ്. അവളുടെ കൗടില്യങ്ങളുടെ കഥയാണ്. ആദ്യ ഭാഗം ഞാൻ വായിക്കാം. സാധാരണ പൈങ്കിളി നോവലിലെ പോലെ ആമുഖമോ വർണ്ണനകളോ ഇല്ല. അവളുടെ അന്തരാളത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് നോവലിസ്റ്റ്. ഇവൾ അനിത. പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു. ഇവളിൽ പ്രണയത്തിന്റെ ലോലഭാവങ്ങളില്ല. മനുഷ്യബന്ധം, ദയ, കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഇവൾ കന്യം. നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം. കീഴടക്കല്ലാണ് ഇവളുടെ സംതൃപ്തി. സൗന്ദര്യമാണ് ഇവളുടെ വജ്രായുധം. ഒരേ സമയം പല കാമുകന്മാരുടെയും വിശ്വസ്തയായ കാമുകി. നഗരത്തിന്റെ ശാപമെന്നല്ല അതെന്തു പറയാൻ. ഇന്നവൾ ഇവിടെ മുനിസിപ്പൽ കമ്മീഷണർ. തലയ്ക്കകത്ത് കളിമണ്ണ് മാത്രമുള്ള ഈ കമ്മീഷണറെ സ്ഥലം മാറ്റാൻ നഗരപാലകർ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പുതിയ കമ്മീഷണർ ദിലീപ് മേനോൻ സ്ഥലത്തെത്തുന്നത്. ഹലോ, മിസ്റ്റർ ദിലീപ് മേനോൻ. താങ്കൾ ചാർജ് എടുക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. താങ്കളെപ്പോലെ മിടുക്കനായ ഒരു കമ്മീഷണറെയാണ് ഈ നഗരത്തിന് ഇപ്പോൾ ആവശ്യം. ഐ ഹേർഡ് യു ആർ സോ ഇമാജിനേറ്റീവ്, എ മാൻ വിത്ത് ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. യെസ് ഷുവർ. ബിഫോർ യു ടേക്ക് ചാർജ്, ഷാൽ വി മീറ്റ്? എന്തിനാണ് വരാൻ പറഞ്ഞത്? ആദ്യം അകത്തോട്ട് കടന്നിരിക്കൂ. പറയാനുള്ളത് പറയൂ. ഒരുപാട് പറയാനുണ്ട്. എങ്കിൽ ഞാൻ നാളെ വരാം. ഈ അസമയത്ത് മഴ നനയാതെ അകത്ത് വന്നിരിക്കൂ ദിലീപ്. ഞാൻ ആകെ തൃശങ്കു സ്വർഗത്തിൽ പെട്ടതുപോലെ തോന്നുന്നു. അനിത ഇനിയും ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ തരാമല്ലോ. Then let me take charge tomorrow. അത്ര പെട്ടെന്ന് വേണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോ ഈ വാടക വീട്ടിൽ എന്തിനാണ് ഇങ്ങനെ താമസിക്കുന്നത് എന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തിനാണ്? എപ്പോഴും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ. നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടത് എന്നാണെന്ന് ദിലീപിന് ഓർമ്മയുണ്ടോ? അന്ന് ഈ വാടക വീട്ടിൽ വെച്ച്? അല്ല ദിലീപ്, അതിനു മുൻപ്, ജന്മാന്തരങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു, സ്നേഹിച്ച് ജീവിച്ചിരുന്നു. എന്റെ ഈ മടുപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് എന്നെങ്കിലും ഒരു നാൾ എന്റെ ദിലീപ് വീണ്ടും വരുമെന്ന് എനിക്കറിയാമായിരുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ദിലീപ് മേനോന് നിശ്ചയമുണ്ടായിരുന്നില്ല. അന്ന് വരെ പരസ്ത്രീ സ്പർശം അറിഞ്ഞിട്ടില്ലാത്ത ദിലീപ് മേനോൻ ഒരു സ്വപ്നത്തിലേക്ക് വഴുതുകയാണ്. പാവം മേനോൻ കമ്മീഷണർ അനിതയുടെ കാപട്യം അറിയാതെ ആ നിമിഷത്തിൽ അവളെ പ്രണയിക്കാൻ തുടങ്ങി. അന്നേരം ഒരു സർക്കസുകാരിയുടെ മെയ്വഴക്കത്തോടെ ദിലീപ് മേനോനിൽ അനിത പടർന്നു കയറി.
ദ്രോഹി, എന്നെ വിടൂ. ദുഷ്ട, പരമദുഷ്ട, ആരെങ്കിലും ഓടി വരൂ. എന്നെ വിടൂ. ദിലീപേട്ടാ, ഈ ദുഷ്ടൻ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ദിലീപേട്ടാ, ഇല്ല, ഞാൻ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. വേണ്ടടാ, നിന്നെ എനിക്ക് മനസ്സിലായി. ഇതിനായിരുന്നു നീ എന്നെ തേടി വന്നത്. നിഷ്കളങ്കയായി ഈ പെൺകുട്ടിയെ ഞാൻ പറയുന്നത് കേൾക്കൂ. സുഹൃത്താണത്ര, സുഹൃത്ത്. വഞ്ചകി, വഞ്ചകി, വഞ്ചകി. ഇറങ്ങണ്ട. അല്ല, എനിക്ക് അയാളോട് നോ, ഞാൻ മാത്രം പത്രാധിപരോട് സംസാരിച്ചാൽ മതിയെന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇവിടെ വന്നത്. അതല്ല, പ്രിയക്ക് സംസാരിക്കണം നിർബന്ധമാണെങ്കിൽ സംസാരിച്ചു. ഞാൻ മടങ്ങിപ്പോയേക്കാം. അയ്യോ, ഒന്നും പറയണ്ട എന്റെ കുട്ടപ്പേട്ട. ഈ ഗസറ്റഡ് യക്ഷി ആദ്യം ഇറങ്ങുന്ന ആഴ്ച 50,000 കോപ്പി കൂട്ടി. ഇപ്പൊ ഇതാ 4-ാം അധ്യായം ഇറങ്ങുമ്പോ ആകെ ഇരിക്കപ്പെടുന്നില്ലാതിരിക്കുക. നാനാ ഭാഗത്തുനിന്ന് ഏജന്റുമാരുടെ കത്തും കമ്പിയും കൊണ്ട് ആഫീസ് നിറഞ്ഞിരിക്കുക. കോപ്പി പോരാ പോരാ എന്ന് പറഞ്ഞോണ്ട്. ഇങ്ങനെ പോയാ 10 ലക്ഷത്തിൽ നിൽക്കും തോന്നുന്നില്ല. ഒന്നാമത് കോട്ടപ്പുറത്തിന്റെ റേപ്പ് കേസാ ഇത്രയും ബഹളത്തിന് കാരണം. കർത്താവിന്റെ കൃപ എന്നല്ലാണ്ട് എന്താ പറയാ. ഞാൻ പിന്നെ വിളിക്കാൻ കുട്ടപ്പേട്ട. വാതിൽ തട്ടുന്നു, ഏജന്റുമാരായിരിക്കും. യെസ്, കമിങ്. സർ, അഡ്വക്കേറ്റ് നമ്പ്യാർ വന്നിട്ടുണ്ട്. വരാൻ പറയേ. ആ, വരണം നമ്പ്യാർ, വരണം. ഇരിക്കണം. എന്താ അവിടെ കസേരയില്ലേ? ഉണ്ടല്ലോ, ഇരിക്കി. ഗസറ്റഡ് യക്ഷി എന്ന നോവലിലെ നായിക തഹസിൽദാരല്ല, മുനിസിപ്പൽ കമ്മീഷണറാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. യഥാർത്ഥ സംഭവങ്ങളാണ് നോവലിൽ പറയുന്നതെന്ന് തെളിയിക്കാൻ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞില്ലെന്നും വരും. പക്ഷേ റേപ്പ് കേസിലെ പ്രതിയും നോവലിസ്റ്റും ഒരാളായതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ജഡ്ജിക്കും അദ്ദേഹത്തിൻ്റെതായ നിഗമനങ്ങളിലെത്താനും നിങ്ങളുടെ ഈ സ്ഥാപനം പൂട്ടിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും കഴിഞ്ഞെന്ന് വരും. ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ ഇത് ഇന്ത്യ മഹാരാജ്യമായതുകൊണ്ടും എന്റെ കയ്യിൽ ആവശ്യത്തിലേറെ പണമുള്ളത് കൊണ്ടും വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകാമെന്ന വിശ്വാസമുള്ളത് കൊണ്ടും താങ്കളുടെ ഭീഷണി ഈ മാമച്ചനോട് വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ പീറ നോവലിസ്റ്റ് ഉണ്ടല്ലോ, അയാൾ ഒരു റേപ്പ് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണെന്നും ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഞാൻ വിചാരിച്ചാൽ പലവിധ വകുപ്പുകളിലായി അയാൾ എത്ര വർഷം വേണമെങ്കിലും അകത്താക്കാൻ സാധിക്കുമെന്നും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഓർമ്മയുണ്ടല്ലോ, ഈ നോവൽ പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും നിങ്ങളും നിങ്ങളുടെ ആ അലബലാതി യക്ഷിയും അതിന് ശ്രമിക്കുമെന്നറിയാലോ. അപ്പോ എന്ത് പ്രത്യാഘാതവും നേരിടാൻ ഒരുക്കമാണെന്ന് അർത്ഥം. അതെ, ഒരു കോംപ്രമൈസും ഇല്ല. കോംപ്രമൈസ് ആയിരുന്നു ഉദ്ദേശമെങ്കിലും ഭീഷണിയുടെ ഭാഷ പുറത്തെടുത്ത എന്തിനാ? ഈ മാമച്ചൻ ഒരു പേടിത്തുറിയാണെന്ന് വിചാരിച്ചു അല്ലേ? മീൻ കച്ചവടത്തിൽ തുടങ്ങിയതാ ഞാൻ എന്റെ ജീവിതം. പിന്നീട് റബ്ബർ എസ്റ്റേറ്റ് ആയി. റബ്ബറിന് വില കുറഞ്ഞപ്പോ ഞാൻ സാഹിത്യത്തിലേക്ക് കിടന്നു. ആ എന്നോടോ? മിസ്റ്റർ, അവിവാഹിതയായ ഒരു ചെറുപ്പക്കാരി അപമാനിച്ചിട്ടല്ല നിങ്ങളുടെ വാരികയുടെ സർക്കുലേഷൻ കൂട്ടേണ്ടത്. അവിവാഹിതനായ എന്റെ നോവലിസ്റ്റിനെ കള്ളക്കേസിൽ കൊടുക്കാമെങ്കിൽ ഇങ്ങനെയും എനിക്ക് എന്റെ വാരികയുടെ സർക്കുലേഷൻ കൂട്ടാം. ഇനി ഞാനൊരു കോംപ്രമൈസ് പറയാം. കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള റേപ്പ് കേസ് പിൻവലിച്ചിട്ട് ഇങ്ങോട്ട് വരൂ. ഗസറ്റഡ് യക്ഷിയുടെ പ്രസിദ്ധീകരണം നിർത്തുന്ന കാര്യം അപ്പൊ ആലോചിക്കാം. കല്യാണക്കത്തും പൊക്കിപ്പിടിച്ചുള്ള വക്കീലിന്റെ ചോദ്യങ്ങൾ, അന്തം വിടുന്ന നായകൻ ഒരു വശത്ത്, ഞെട്ടിത്തരിക്കുന്ന നായിക മറുവശത്ത്. ഈ കോടതി രംഗം അതേപടി ഒരു അധ്യായമാക്കാം. വായനക്കാരന്റെ കണ്ണു തള്ളും, ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. ചൂടാറുന്നതിന് മുമ്പ് ഈ മാറ്ററിന്റെ എഴുതി തന്നേക്ക്. അതിരിക്കട്ടെ, കല്യാണക്കത്തടിച്ചു, കല്യാണം നടന്നില്ല, അതെന്താ കാരണം? അത് പോട്ടെ, 5-6 വർഷത്തിനിടയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല, നായിക നായകനെ തിരിച്ചറിഞ്ഞില്ല. ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു പോണ ഒരു രോഗമുണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അമ്ലേഷ്യം അല്ലേ? രണ്ടാൾക്കും അമ്ലേഷ്യം പിടിപെട്ടതാണോ? എന്തെങ്കിലും ഒന്ന് പറ എന്റെ കോട്ടപ്പുറം. ഇപ്പൊ തന്നെ എഴുതി തന്നാ ഇപ്പൊ തന്നെ കമ്പോസിങ്ങിന് കൊടുക്കാം. നായകനും നായികയ്ക്കും അമ്ലേഷ്യം വേണ്ട, വായനക്കാര് വിശ്വസിക്കില്ല. ഒരാൾക്ക് മതി അമ്ലേഷ്യം. ഗസറ്റഡ് യക്ഷി അധ്യായം 6 അമ്ലേഷ്യം എന്ന ടൈറ്റിലും കൊടുക്കാം. കഴിഞ്ഞ ലക്കത്ത് കഥ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയോ? എവിടെ നിർത്തിയിരിക്കണേ? ആ, അതറിയാതെ ചുമ്മാ അമലേഷ്യം അമലേഷ്യം എന്ന് പുലമ്പിയിട്ട് കാര്യമില്ല. അമലേഷ്യം അങ്ങനെ ഒരു വാക്കില്ല. പിന്നെ ഈ മറവി രോഗത്തിന്റെ പേരെന്താന്ന്? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. സാഹിത്യകാരൻ ജയദേവനെ അനിത വശത്താക്കി ദിലീപും ജയദേവനും ഈ പ്രശ്നത്തിൽ പൊരിഞ്ഞ അടി നടന്നു. ദിലീപ് മരിച്ചു, ജയദേവൻ ഒളിവിൽ പോയി. അവിടെയാ കഴിഞ്ഞ ലക്കം അവസാനിക്കുന്നത്.
അടുത്ത ലക്കത്തിൽ പെട്ടെന്ന് എങ്ങനെ നായകനും നായികയും കോടതിയിലെത്തും? നായകനെ പോലീസ് പിടിക്കട്ടെ. എന്നിട്ട് നായകൻ പോലീസിനോട് പറയുന്നു നായികയുടെ പ്രേരണ മൂലമാണ് താൻ ദിലീപിനെ കൊന്നതെന്ന്. അപ്പൊ നായികയും പോലീസ് പിടിക്കും. അങ്ങനെ നായകനും നായികയും കോടതിയിൽ മുഖാമുഖം നിൽക്കും. വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കും. പെട്ടെന്നാണ് കഥയിൽ ട്വിസ്റ്റ് വരുന്നത്. അവർ പണ്ടെന്നോ കല്യാണക്കത്തടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ. അമ്ലേഷ്യം. എന്താ കുഴപ്പം? സാറിന്റെ അത്രയും മണ്ടന്മാരല്ല ഇവിടുത്തെ വായനക്കാർ. വായനക്കാർക്ക് അമ്പളേഷം പിടിപെട്ടാലും മതിയല്ലോ. എല്ലാം കോട്ടപ്പുറം തീരുമാനിച്ചോളൂ. പക്ഷെ എന്തെഴുതിയാലും വായനക്കാരന്റെ കണ്ണ് തള്ളണം, ഞരമ്പ് വലിഞ്ഞു മുറുകണം. ഒന്ന് എഴുതി തരൂന്നേ. ഒന്നിങ്ങോട്ട് വന്നേ. എന്തിനാ? അല്ല, ഒന്നിങ്ങോട്ട് വരൂ. കസേര അവിടെ ഇരുന്നോട്ടെ. ആയിരുന്നോട്ടെ. ദേ വരുന്നുട്ടോ കോട്ടപ്പുറം. അമ്ലേഷ്യം. ഇയാൾ എവിടുത്തുകാരനാടോ? ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കോടതി രംഗം കഥയാക്കണത്രേ. കോടതിയിൽ കണ്ടത് അയാളുടെ ജീവിതമാണ്. അത് തന്റെ അളിഞ്ഞ വാരികയിൽ എഴുതാനുള്ളതല്ല. അളിഞ്ഞ വാരികയോ മഞ്ചാടിയോ? എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും. വാരികയെ പറ്റി പറഞ്ഞാൽ ഇറങ്ങി പോടോ, ഒച്ച വെക്കാതെ. എന്നോട് ഇറങ്ങി പോവാനോ? താൻ ഇറങ്ങണോ ആദ്യം? ഞാനായി മുറിക്ക് വാടക കൊടുക്കണേ. അല്ല തന്റെ അപ്പാപ്പനെ. നമ്മൾ തമ്മിലുള്ള മുൻപരിചയമൊക്കെ ഞാൻ മറന്നുപോയി. കാരണം എനിക്ക് അമ്നേസിയാണ്. വായനക്കാരുടെ കത്തുകൾ പോസ്റ്റ്മാൻ തലച്ചുമടായിട്ട് ആഫീസിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇങ്ങെടുത്തു. എല്ലാവരും ഞെട്ടിയിരിക്കുക. സാഹിത്യകാരന്റെ ദുബായ് ഫ്ലാഷ് ബാക്ക് കലക്കിയിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ കഥ എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. വായിച്ചു നോക്ക്. ഏത് തെണ്ടിയുടെ കൂടെയാണ് യക്ഷി ഒളിച്ചോടിയത്? ഒളിച്ചോടിയിട്ട് അവർ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പോ എവിടെ? അവൻ ചത്തോ അതോ പ്രസവിച്ചോ? നോക്ക്. പറഞ്ഞതുപോലെ അവനിപ്പോ എവിടെ? സാഗറിന് അയാളെ അറിയില്ലേ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തിനാ അയാളെ കാണണം? കാണണല്ലോ. സാഹിത്യകാരനും അയാളും കണ്ടുമുട്ടുന്നതല്ലേ അടുത്ത ലക്കം. ഓഹോ, അങ്ങനെയാണോ അടുത്ത ലക്കം? എന്നാലല്ലേ ഒരു സംഘടനത്തിനും 5-6 കിണ്ണം ഡയലോഗിന് ചാൻസ് ഉള്ളൂ. സാഹിത്യകാരനെ ചതിച്ച അവന്റെ മോന്തക്കിട്ട് പടപടാന്ന് 2 എണ്ണം കൊടുക്കുന്നത് വായനക്കാരനെ എന്തൊരു കോരിത്തെരിപ്പായിരിക്കും. സാഗർ ബുദ്ധിമുട്ടണ്ട. ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല, ഞങ്ങൾ ഏറ്റു. ഞാൻ മഞ്ചാടി വാരികയുടെ മുതലാളി മാമച്ചൻ. മാമച്ചൻ മുതലാളി എന്ന് വിളിക്കും. ഇത് തഹസിൽദാർ രാമകൃഷ്ണൻ. വിശേഷിച്ച് വിശേഷിച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ചില്ലറയൊന്നുമല്ല പാടുപെട്ടത്. കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പുറത്ത് എവിടെങ്കിലും പോയിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. കാര്യം എന്താ? കാര്യം ഇവരിവിടെ നിൽക്കുമ്പോ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റിയ വിഷയമല്ല. അതാ ഞങ്ങൾ കിടന്ന് പരുങ്ങുന്നത്. നിങ്ങൾ കാര്യം പറയും മിസ്റ്റർ. സാഗർ കോട്ടപ്പുറത്തിന്റെ ഗസറ്റഡ് യക്ഷി വായിക്കാറുണ്ടോ? ഇല്ല. ഓ, അതെന്റെ മഞ്ചാടിയിലെ തുടരനാ. ഗസറ്റഡ് യക്ഷി എന്ന് വെച്ചാൽ തഹസിൽദാർ പ്രിയദർശിനി, പഴയ പ്രിയദർശിനി. ഇവൾ നായകനെ ചതിക്കുന്നു എന്ന് വെച്ചാ കല്യാണത്തലേന്ന് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നു. നോവൽ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുക. ഒളിച്ചോടിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ആ കാമുകൻ വേറെ പെണ്ണ് കിട്ടിയെന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി. അതെങ്ങനെ സംഭവിച്ചു? ഇതന്വേഷിക്കാനാണോ കാർ കൊടുത്ത് പുറപ്പെട്ടത്? നിങ്ങൾ കാരണം വിദ്യാസാഗർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം തൊലഞ്ഞു. ഇറങ്ങണം മിസ്റ്റർ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഗസറ്റഡ് യക്ഷിയുടെ അടുത്ത Get out, I say. വന്നേ. വണ്ടി വിടുവാ. സാഗർ കോട്ടപ്പുറം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സംസാരിക്കണം. ഇതെന്റെ ഭാഗ്യം എന്ന് പറയണ്ടോ? എല്ലാ സത്യവും പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ഉടനെ പറഞ്ഞോളൂ. എന്നോട് പറഞ്ഞോളൂ. മിസ്റ്റർ സാഗർ ഇവിടെ ഇല്ലേ? ആരാണ്? കാമുകൻ. നമ്മുടെ കാമുകൻ, യക്ഷിയുടെ കാമുകൻ. എന്ത് വേണം? എനിക്ക് മിസ്റ്റർ സാഗറിനോട് മാത്രമായി ചില കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. വരൂ. മാമച്ചനെ കർത്താവ് കൈ വെടിഞ്ഞില്ലേ തഹസിൽദാർ സാറേ? പറയട്ടെ, ഹൃദയം തുറന്നു പറയട്ടെ, എന്തെങ്കിലും ഒരു കഥ കിട്ടാതിരിക്കില്ല. കോട്ടപ്പുറം ആണെങ്കിൽ സത്യം മാത്രമേ എഴുതുന്നു. വാശിയിൽ നിൽക്കുമ്പോ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. എന്റെ പൊന്നു മോനെ. ഹലോ, മഞ്ചാടിയല്ലേ? എഴുതി റോയ് കൊടുക്ക്. ഹലോ, റോയ് അല്ലേ? ആ, മാമച്ച മുതലാളിയാ. അതെ, താൻ ധൈര്യമായിട്ടിരിക്കി. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് സാധനമായിട്ട് ഞാൻ അവിടെ എത്തും. അവളുടെ കാമുകനുണ്ടല്ലോ, ആ കശ്മലൻ, അവൻ കോട്ടപ്പുറത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ വിളിക്കാം.
ഒരു വാരിക മുതലാളിയുടെ ടെൻഷൻ ഈ വായനക്കാരെന്ന എംബോക്കികൾ അറിയുന്നുണ്ട? ഇപ്പൊ അവളുടെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടി കാരണക്കാരനല്ലേ രാമകൃഷ്ണ? അങ്ങേയറ്റം നമ്മൾ അവളെ ഉപദ്രവിച്ചില്ലേ? എന്തൊക്കെയാണ് എഴുതി കൂട്ടിയത്? എങ്ങനെയാണ് ഇനി അതൊക്കെ ഒന്ന് തിരുത്തുക? നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ. അതെ, അറിയാതെയും അന്വേഷിക്കാതെയും ആ മാമച്ചന്റെ നിർബന്ധത്തിന് വഴങ്ങി. ഛെ, എനിക്കതൊക്കെ തിരുത്തണം. ഒറ്റ വഴിയേ ഉള്ളൂ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് എഴുതുക. അങ്ങനെ പെട്ടെന്ന് എഴുതിയാൽ ആളുകൾ വിശ്വസിക്കോ? വിശ്വസിക്കും. താൻ എഴുതണം. എല്ലാത്തിനും കാരണം ആ കുട്ടിയുടെ മാനസിക വിഭ്രാന്തിയായിരുന്നു എന്ന് വരുമ്പോൾ എല്ലാം ന്യായീകരിക്കപ്പെടും. വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും എല്ലാം ബോധ്യമാവും. എന്റെ പൊന്നു തഹസിൽദാർ സാറേ, 2 ദിവസമായി ഞാൻ നെട്ടോട്ട് ഓടുകയാണ് കോട്ടപ്പുറത്തിനെ തേടി. എന്തായി ക്ലൈമാക്സ്? അവസാന ലക്കം ഇന്ന് കമ്പോസിങ്ങിന് കൊടുത്തില്ലെങ്കിൽ അയാൾ എവിടെ? ഭയപ്പെടാതിരിക്കൂ മാമച്ച, അയാൾ കഥ എഴുതുകയാണ് അകത്ത്. ശുഭപര്യവസായിയായ ഒരു പുതിയ അധ്യായവുമായി അയാൾ പുറത്തു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം.